എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏജ് വ്ളോഗ്സ് ആൻഡ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ സോസാണ്. ഇത് 1/2 കിലോ ടൊമാറ്റോയുടെ ഇതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില എഡിറ്റിങ്ങിന് പ്രശ്നം വന്നുകൊണ്ട് ചില ഫോട്ടോ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് വേണ്ട നല്ല തണുത്ത വെള്ളത്തിലിടുമ്പോഴത്തേക്ക് ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇളകി വരും. ഇതിപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഞാൻ മാറ്റിയെടുക്കുകയാണ്. പിന്നെ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലുള്ള ബെല്ലൈക്കനെ ലോൾ എന്നുള്ള ഓപ്ഷനും കൂടി ആക്കണം കേട്ടോ. പിന്നെന്താ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെന്താ, അപ്പോൾ ഇതുപോലെ എല്ലാ തൊലിയൊക്കെ കളഞ്ഞിട്ട് തന്നെ ഇതിൻ്റെ മുകൾ വശം നമ്മൾ എടുത്ത് കാണിക്കണം. അടുത്ത സെക്ഷനിൽ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കിട്ടാത്തതുകൊണ്ടും എഡിറ്റിങ്ങിൻ്റെ ചില പ്രശ്നം വന്നുകൊണ്ട് ചിലയിടത്ത് ഞാൻ ഫോട്ടോസായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൊമാറ്റോയുടെ മുകൾ വശം ഇതുപോലെ കളയണം. ഇത് നമുക്ക് ആവശ്യമില്ല. പിന്നെ കുരുയോടുകൂടി തന്നെ നമുക്ക് എടുക്കാം ഇത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചെടുക്കേണ്ട ആയതുകൊണ്ട് കുരു നമുക്കിപ്പോൾ തന്നെ എടുത്ത് മാറ്റണമെന്നില്ല. എന്നിട്ട് ഈ ടൊമാറ്റോ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ട് തന്നെ ഇതുപോലെ മിക്സിക്കകത്തിട്ട് നല്ലവണ്ണം അടിച്ചേക്ക്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടിക്കും, കാരണം ഈ കുരുവോടുകളുടെ ഉള്ളതുകൊണ്ട് വെള്ളം ആവശ്യത്തിനുണ്ടാകും. എന്നിട്ടൊരു മെഷീനകത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ബീട്രൂട്ട് എടുത്തിട്ട് നമ്മുടെ ടൊമാറ്റോ ജ്യൂസും കൂടി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മുടെ ഇത് ഓൾറെഡി നേരത്തെ തന്നെ അടിച്ചെടുക്കാമെങ്കിൽ അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനത് വിട്ടുപോയേണ്ടാണ്. എന്നിട്ട് അതും കൂടി അരിച്ച് ചേർത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളിത് ചേർത്തോണം. 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കണം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് അനുസരിച്ച്, നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ച്. അതിനുശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മാത്രം 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഫ്ലേവർ ചേർക്കാം. ചിലവർ ഇഞ്ചി ചേർക്കുന്നവരുണ്ട്, ചിലവർ കറുവാപ്പട്ട ചേർക്കുന്നവരുണ്ട്, ഗ്രാമ്പു ചേർക്കുന്നവരുണ്ട്, ഏലക്ക ചേർക്കുന്നവരുണ്ട്. ഇതുമല്ലാതെ സോസ് ചീസ് ചേർക്കുന്നവരുണ്ട്. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് 1/2 കപ്പ് വിനാഗിരിയാണ്. അതും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഈ ടൊമാറ്റോക്കകത്തെയും ഈ വിനാഗിരിയുടെ ഒക്കെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോകുന്നിടം വരെ ഇതുപോലെ ഇളക്കിയെടുത്ത് നമുക്കറിയാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ നമ്മൾ എടുക്കുന്ന ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ താഴെ വീഴാത്ത ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. അതുവരെ നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് ചൂടാക്കി കഴിഞ്ഞിട്ട് ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം. കണ്ടോ, നമ്മൾ 1/2 കിലോ തക്കാളിക്ക് എടുത്ത് ഒരു ചെറിയ കുപ്പിയോളം കെച്ചപ്പ് കുപ്പിക്കകത്തോളം നമുക്ക് കിട്ടും. നല്ല തിക്കാണ്. നമ്മുടെ ആ ബീട്രൂട്ടൊക്കെ ചേർത്തുകൊണ്ട് അതേ സെയിം കളർ തന്നെ കിട്ടി. ബീട്രൂട്ട് ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വേറെന്താ വിശേഷങ്ങളായിട്ടൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ കൂടെ കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.